റയാനും ആമിയും വീട്ടിലെത്തുമ്പോഴേക്കും മഴയും തോർന്നിരുന്നു. ഡ്രസ്സൊക്കെ നനഞ്ഞിരുന്നത് കൊണ്ട് തന്നെ കാറിൽ നിന്നിറങ്ങിയ പാടെ ആമി വേഗം അകത്തേക്ക് നടന്നു. റൂമിലെത്തി ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് നേരെ ബാത്റൂമിൽ കയറി കുളിച്ച് ഫ്രഷായിട്ടായിരുന്നു അവൾ പുറത്തേക്ക് വന്നത്. ആ നേരം സോഫയിലിരുന്ന് ഫോണിൽ കളിക്കുകയായിരുന്നു റയാൻ. അത് കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ ആമി കിച്ചണിലേക്ക് നടന്നു. ഒരു കോഫി ഇട്ട് കുടിക്കാൻ പ്ലാനിട്ട് അടുക്കളയിലെത്തിയതും ഗ്യാസിനരികിൽ ഒരു പ്ലേറ്റ് മൂടി വെച്ചേക്കുന്നത് കണ്ട് അവളത് തുറന്നു നോക്കി. ആമിയെ വിളിക്കാൻ പോകാൻ നേരം റയാൻ അടച്ചു വെച്ചിട്ട് പോയ ചോറായിരുന്നു അത്. ഓഫീസിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങേരിവിടെ ഉണ്ടായിരുന്നോ? പ്ലേറ്റിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൾ മനസ്സിലോർത്തു. നിങ്ങളിന്ന് ഓഫീസിൽ പോയില്ലേ? ആമിയുടെ ചോദ്യം കേട്ടപ്പോഴായിരുന്നു റയാൻ മുഖമുയർത്തി നോക്കിയത്. പോയി. എന്താ, പോകണ്ടായിരുന്നോ? നിങ്ങൾ പോയാലും പോയില്ലേലും എനിക്കെന്താ? പിന്നെന്താ, മാഡം ഇങ്ങനെയൊരു അന്വേഷണം നടത്താനുണ്ടായ ചേതോ വികാരമെന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഓഫീസിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ ചോറ് വിളമ്പി വെച്ചേക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചതാ. അല്ലാതെ ഓഫീസിൽ പോകാതിരുന്നിട്ട് നിങ്ങൾക്ക് വല്ല നഷ്ടവും ഉണ്ടായാലോ എന്നുള്ള ടെൻഷൻ കൊണ്ടൊന്നും ചോദിച്ചതല്ല. റയാൻ കാണിച്ചതിൻ്റെ ഇരട്ടി പുച്ഛം വാരി വിതറിക്കൊണ്ടായിരുന്നു ആമിയുടെ മറുപടി. ആ, അത് ഞാൻ ഉച്ചയ്ക്ക് വെച്ചതാ. ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വിളമ്പിയതാ. വിളമ്പിയപ്പോൾ നല്ല പഷ്ട് കറികൾ. അപ്പോൾ പിന്നെ കഴിക്കാൻ തോന്നിയില്ല, അങ്ങനെ വെച്ചിട്ട് പോയതാ. അതെന്താ, ആ പാത്രത്തിലിരുന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കറികൾ? പ്ലേറ്റിൽ കോരിയപ്പോഴാണോ കണ്ണിപ്പെട്ടത്? ആമി സംശയത്തിൽ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചതും റയാന് ഉത്തരം മുട്ടിപ്പോയിരുന്നു. ആ, അത് പിന്നെ അന്നേരം മനസ്സിലായില്ല ഇത്ര ബോറാണെന്ന്. വിളമ്പി കഴിഞ്ഞപ്പോഴാ ഇത്രയും ഭീകരമാണെന്ന് അറിഞ്ഞത്. എന്തേ? ഒന്നുമില്ല. താൻ ഉണ്ടാക്കിയ ഭക്ഷണത്തെ അവൻ അത്രയും താഴ്ത്തിക്കെട്ടി പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവൾ ചവിട്ടി കുലുക്കി അടുക്കളയിലേക്ക് തന്നെ പോയി. അപ്പോഴായിരുന്നു റയാന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. പക്ഷേ ഒരു ചുവരിനപ്പുറം നിന്നിരുന്നവൾ അപ്പോഴും അവൻ പറഞ്ഞതിലെ പൊരുത്തക്കേടുകൾ ചികഞ്ഞെടുക്കുക തന്നെയായിരുന്നു അപ്പോഴും. റയാന്റെ കാർ കളരിക്കലേക്ക് വരുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ഓഫീസിൽ നിന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ പോൾ വിളിച്ച ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞതുകൊണ്ട് നേരെ ഇവിടേക്ക് വന്നതായിരുന്നു അവൻ. കാർ പോർച്ചിലേക്ക് കയറ്റിയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയതും പൂമുഖത്ത് അവനെ കാത്തു നിൽക്കുകയായിരുന്ന റോണയോടി അരികിലേക്ക് വന്നിരുന്നു. ചാച്ചാ. ഓടി വന്ന് തൻ്റെ നെഞ്ചിലേക്ക് വീണവളെ ചേർത്ത് പിടിക്കുമ്പോൾ മുഖത്തണിഞ്ഞിരിക്കുന്നത് പുഞ്ചിരിയായിരുന്നെങ്കിലും അവൻ്റെ നെഞ്ചമെന്തിനോ ഒന്ന് പിടഞ്ഞു പോയിരുന്നു. ചാച്ചൻ്റെ കൊച്ചു കരയുവാണോ? എന്നാ പറ്റി? തൻ്റെ നെഞ്ചോട് ചേർന്നതും ഏങ്ങി തുടങ്ങിയ റോണയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടിക്കൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം. ഒന്നുമില്ല ചാച്ച, ഞാൻ പെട്ടെന്ന് ചാച്ചനെ കണ്ടപ്പോൾ. ചാച്ചനെ കണ്ട് കരഞ്ഞു പോകാനും മാത്രം നീ ചാച്ചനെ മിസ് ചെയ്തോടി ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട്? അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് റയാൻ ചോദിച്ചതിന് മറുപടിയായി ഒരു പുഞ്ചിരി മാത്രമായിരുന്നു റോണയുടെ മറുപടി. ഇച്ചേച്ചിക്ക് സുഖമല്ലേ ചാച്ച? കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും നിങ്ങൾ രണ്ടാളും വഴക്കിടാറുണ്ടോ? ഇല്ലടി, ഇപ്പൊ നിന്റെ ഇച്ചേച്ചി വഴക്കിന് വന്നാലും ഞാൻ തിരിച്ച് വഴക്കിടാറില്ല. ഉവ്വ, ഞാൻ വിശ്വസിച്ചു. റോണ പതിയെ പുഞ്ചിരിച്ചു. എടാ, ഇങ്ങോട്ട് കയറി വരുന്നില്ലയോ നീ? എത്ര നേരമായി ഞങ്ങളെല്ലാം ഇവിടെ നോക്കി നിൽക്കുന്നു. വന്ന വരവിനെ ചാച്ചനെ സോപ്പിടാൻ ഇറങ്ങിയേക്കുക അവള്. പൂമുഖത്തേക്ക് വന്ന റൂബി ദേഷ്യപ്പെട്ടതും അതുവരെ പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്ന റോണയുടെ മുഖം കുനിഞ്ഞു പോയിരുന്നു. അതുകൂടി കണ്ടതും റയാൻ ഇരുവരെയും മാറി മാറി നോക്കി. റോണയുടെ ഭാവത്തിൽ നിന്ന് തന്നെ കാര്യമായിട്ടെന്നത് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായ അവൻ വേഗം അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. ഹാളിൽ പോളും റൂബിയും റോബിനും ജെസ്സിയും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ മുഖങ്ങളിലും ഗൗരവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നതാ ഡാഡി അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? നീ ഇരിക്ക്, പറയാം. പോൾ പറഞ്ഞതും റയാൻ സോഫയിലേക്ക് ഇരുന്നു. അവൻ്റെ പിന്നിൽ തന്നെ നിൽക്കുകയായിരുന്നു റോണയും. ആരെയും കാര്യം എന്നതാണെന്നൊന്ന് പറ, ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ. എടാ, നിന്റെ മമ്മിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് റോണയ്ക്കൊരു ആലോചന വന്നു. ചെറുക്കൻ കസ്റ്റംസിലാ. ആഹാ, അത് കൊള്ളാലോ. കൊള്ളാമെന്ന് നിനക്ക് തോന്നിയിട്ട് കാര്യമില്ലല്ലോ, നിന്റെ പുന്നാര പെങ്ങൾക്കും കൂടി തോന്നണ്ടേ? റൂബി ഇടയ്ക്ക് കയറി പറഞ്ഞതും റയാൻ മുഖം തിരിച്ച് റോണയെ നോക്കിയെങ്കിലും അവൾ ആരെയും നോക്കാതെ മുഖം കുനിച്ച് നിൽപ്പായിരുന്നു. എന്നതാ ഇപ്പൊ പ്രശ്നം? ആ ചെക്കനും വീട്ടുകാരും കൂടി ഞായറാഴ്ച കാണാൻ വരട്ടെ എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ തുടങ്ങിയതാ ഇവളുടെ ഏനക്കേട്. അവസാനം ചോദിച്ചും പറഞ്ഞും വന്നപ്പോൾ പുന്നാര പെങ്ങൾക്ക് പ്രേമം. റോണയെ നോക്കി നിന്ന് ദേഷ്യത്തിൽ റൂബി പറഞ്ഞതും റയാൻ തെല്ലമ്പരപ്പോടെയായിരുന്നു അവളെ നോക്കിയത്. കാരണം എപ്പോഴും വായും ബഹളവുമായി ഓടിച്ചാടി നടന്നിരുന്ന തൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ റിലേഷൻ അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. അല്ല, ഇനിയിപ്പോൾ എന്തോ ചെയ്യാനാ? വേറെന്നാ ചെയ്യാനാ? അതല്ലാതെ വേറൊരു ബന്ധത്തിന് സമ്മതിക്കില്ലെന്ന് മോള് മുഖത്ത് നോക്കി പറഞ്ഞ പിന്നെ വല്ലതും ചെയ്യാനുണ്ടോ? അവസാനം ഞാൻ ആ ചെക്കൻ്റെ അപ്പനെ വിളിച്ച് സംസാരിച്ചു. അവൻ കാനഡയിലാ. അവിടെ ഏതോ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നാട്ടിലുണ്ട്. പറഞ്ഞു വന്നപ്പോൾ നല്ല കുടുംബക്കാരൊക്കെയാ. കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നാളെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അതൊന്ന് പറയാനാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്.
പോൾ പറഞ്ഞു കഴിഞ്ഞതും റയാൻ മറുപടിയൊന്നും പറഞ്ഞതേയില്ല. നീ എന്നതാ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്നാ പറയാനാ ഡാഡി? അവൾക്ക് ഇഷ്ടമതാണെങ്കിൽ അത് നോക്കാം. അതിനിപ്പോൾ കാശും പണവും ഒന്നും നോക്കണ്ട. അതിനിവിടെ പഞ്ഞമൊന്നുമില്ലല്ലോ. അവളുടെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ. ആ, നന്നായിട്ടുണ്ട്. രണ്ട് ചാച്ചമാർക്കും ഒരേ അഭിപ്രായമാണല്ലോ. ഏതായാലും പിന്നെ പെങ്ങൾക്ക് എന്ത് തോന്നിയോ അസവും ആകാമല്ലോ. കലിയിണങ്ങാതെ റൂബി പറഞ്ഞു. മമ്മി ഒന്നും മിണ്ടാതിരുന്നേ. ജീവിക്കേണ്ടത് അവളാ. അവൾക്ക് സന്തോഷം അതിലാണെങ്കിൽ പിന്നെ മമ്മിക്ക് എന്നാ വേണം? ഓ, മമ്മി ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും കൂടെന്താന്ന് വെച്ച് ആയിക്കോ. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അതുവരെ മിണ്ടാതിരിക്കുമായിരുന്ന റോബിനും കൂടി പറഞ്ഞതും റൂബി കെറിവിച്ചതുപോലെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. റയാൻ, എന്നതാ ഡാഡി? നാളെ അവർ വരുമ്പോൾ നീയും ആമി മോളും ഇവിടെ ഉണ്ടാകണം. അത് പറയാനും കൂടിയാ ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പോൾ അത് പറഞ്ഞപ്പോൾ റയാന്റെ മനസ്സിലേക്ക് വന്നത് തങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ ഒരു ശത്രുവിനെ പോലെ കാണുന്ന ആമിയുടെ മുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വരാമെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. അവന്റെ ധർമ്മസങ്കടം അറിയാമായിരുന്നെങ്കിലും പോളും പിന്നീട് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെയും കുറച്ചു സമയം കൂടിയിരുന്ന് നാളത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടായിരുന്നു റയാൻ പോകാനിറങ്ങിയത്. എടാ, ഇന്ന് പോണോ? പുറത്തേക്ക് പോകാൻ തുടങ്ങിയവന്റെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് റൂബി പറഞ്ഞതും റയാൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നതാടാ? ഞാനിപ്പോൾ പോകുന്നത് പഴയതുപോലെ അടച്ചുപൂട്ടിയിട്ടേക്കുന്ന ആ വീട്ടിലേക്കല്ല മമ്മി. എന്നെയും കാത്തൊരു പെണ്ണവിടെ ഇരിപ്പുണ്ട് ഇന്നവിടെ. ഞാൻ കെട്ടിയ മിന്നിന്റെ ബലം മാത്രമേ ഇന്ന് അവൾക്കുള്ളൂ. അപ്പോൾ അവളെ അവിടെ തനിച്ചാക്കിയിട്ട് ഇവിടെ തങ്ങാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല മമ്മി. ഇനി എന്ന് അവളിവിടെ തങ്ങുന്നോ അന്നേ ഞാനും ഇവിടെ തങ്ങത്തുള്ളൂ. അതുവരെ ഇങ്ങനെയൊക്കെ പോട്ടെ. പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് റയാൻ പറഞ്ഞത് കേട്ട് നിൽക്കുമ്പോൾ റൂബിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. പോയേച്ചു വാ. നാളെ നേരത്തെ രണ്ടാളും ഇങ്ങ് പോന്നേക്കണം. ശരി മമ്മി. അവരുടെ കവിളിലൊരു ഉമ്മയും കൊടുത്തിട്ട് അവൻ തന്റെ കാറിലേക്ക് കയറി ഓടിച്ചുപോയി. ഈ നേരം വില്ലയിൽ പതിവ് സമയമൊക്കെ കഴിഞ്ഞിട്ടും തിരികെ എത്താതിരുന്ന റയാനെ നോക്കിയിരിക്കുമായിരുന്നു ആമി. ഹാളിൽ ടിവിയും കണ്ടായിരുന്നു ഇരിപ്പെങ്കിലും ഇടയ്ക്കിടെ തുറന്നിട്ട വാതിലിലൂടെ ഗേറ്റിലേക്ക് നോക്കിയായിരുന്നു അവളുടെ ഇരിപ്പ്. ഞാനിവിടെ ഒറ്റയ്ക്കാന്ന് അറിഞ്ഞൂടെ, എന്നിട്ടും ഇവിടെ പോയി കിടക്കുവാണോ എന്തോ. ടിവിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്നതിനിടയിലും ആമി സ്വയം പിറുപിറുത്തു. ഏകദേശം 8:30 റയാന്റെ വീട്ടിലേക്ക് വന്നത്. അവന്റെ കാറ് ഗേറ്റ് കടന്നു തന്നതും ആമി അവൻ വന്നെന്നറിഞ്ഞ മട്ട് നടിക്കാതെ ടിവിയിലേക്ക് നോക്കിയിരുന്നു. അപ്പോഴേക്കും റയാൻ അകത്തേക്ക് കയറി വന്നിരുന്നു. ഒറ്റയ്ക്കുള്ളപ്പോൾ ഈ ഡോറും തുറന്നിട്ടോണ്ടിരിക്കുന്നത് എന്തിനാ? ഇന്നാണേൽ സെക്യൂരിറ്റിയും ഇല്ലെന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോ? ഹാളിലേക്ക് കയറി വന്നതും ടിവിയിലേക്ക് നോക്കി സോഫയിലിരിക്കുമായിരുന്ന ആമിയെ കണ്ട് റയാൻ ചോദിച്ചു. ഡോർ അടച്ചില്ലെങ്കിൽ എന്നാ? എന്നെ ആരെങ്കിലും എടുത്തോണ്ട് പോവുമോ? ആ, ചിലപ്പോൾ നിന്റെ ഭാവി ഭർത്താവ് വന്ന് കട്ടോണ്ട് പോയാലോ? കൊണ്ടുപോയാൽ അവന്റെ ജീവിതം അതോ ഗതിയാ. അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല. എന്നാലും എൻ്റെ വീട്ടിൽ നിന്നാകുമ്പോൾ പിന്നെ എനിക്കല്ലയോ തലവേദന എന്ന് ഓർത്തിട്ട് പറഞ്ഞതാ. റയാൻ അത് പറഞ്ഞതും ആമിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കയറി. ദേ, വന്നു കയറിയ ഉടനെ എൻ്റെ തോൾ കയറാൻ വന്നാലുണ്ടല്ലോ, നിങ്ങളുടെ തലമണ്ട ഞാൻ തല്ലിപ്പൊടിക്കും, പറഞ്ഞേക്കാം. കയ്യിലിരുന്ന റിമോട്ട് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തിൽ ചവിട്ടിത്തുള്ളി അടുക്കളയിലേക്ക് പോകുന്നവളെ നോക്കി ചിരിച്ചുകൊണ്ട് റയാൻ നേരെ ബെഡ്റൂമിലേക്ക് കയറിപ്പോയി. റയാൻ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേക്കും ആഹാരമൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് കഴിച്ചു തുടങ്ങിയിരുന്നു ആമി. അത് കണ്ടുകൊണ്ടങ്ങോട്ട് വന്ന റയാനും അവൾക്കെതിരെ ഇരുന്ന് ഭക്ഷണം വിളമ്പിക്കഴിക്കാൻ തുടങ്ങി. അവൻ വന്നിരുന്നത് കണ്ടിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിലേതോ വീഡിയോ പ്ലേ ചെയ്തു വെച്ചു അതിലേക്ക് നോക്കിയിരുന്നു കൊണ്ടായിരുന്നു അവളുടെ കഴിപ്പ്. ഞാനിന്ന് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് കളരിക്കൽ പോയിരുന്നു. സംസാരിച്ചു തുടങ്ങാനുള്ള ഒരാമുഖം എന്നോണം പറഞ്ഞിട്ട് റയാൻ ആമിയിലേക്കൊന്ന് പാളി നോക്കി. അവളാണെങ്കിൽ എപ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. അത് കണ്ട് തെല്ല് ദേഷ്യം വന്നെങ്കിലും റയാൻ അത് കാണിക്കാതെ തുടർന്നു. ഡാഡി വിളിച്ചിരുന്നു, അങ്ങോട്ടൊന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. അതാ ഞാനിന്ന് ലേറ്റായത്. ഞാൻ നിന്നോടല്ലേ ഈ സംസാരിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞിട്ടും തന്നെ ശ്രദ്ധിക്കാതിരിക്കുന്നവളുടെ മുന്നിലൊരു പൊട്ടനെ പോലെ ഇരിക്കേണ്ടി വരുന്നതിൻ്റെ ദേഷ്യം മുഴുവൻ സ്വരത്തിൽ ആവാഹിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ ഡാഡി വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോയതിന് ഞാൻ എന്ത് പറയാനാ? അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യമല്ലേ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു കൊണ്ടായിരുന്നു അവൾ അത് പറഞ്ഞതെങ്കിലും ആ വിഷയത്തിലെ താല്പര്യമില്ലായ്മ അവളുടെ മുഖത്ത് സ്പഷ്ടമായിരുന്നു. ആത്മിക പ്ലീസ്, ഇപ്പോൾ ഇതെൻ്റെ കുടുംബകാര്യം മാത്രമല്ല. അറ്റ്ലീസ്റ്റ് നീ എൻ്റെ വൈഫായി ഇരിക്കുന്ന കാലം വരെയെങ്കിലും നമുക്കിടയിൽ നിൻ്റേത് എൻ്റേത് എന്നൊന്നില്ല. നീ ഈ പറഞ്ഞ എൻ്റെ കുടുംബത്തിലെ മരുമകളാണ് നീ. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തോട് നിനക്കും ചില കടമകളൊക്കെ ഉണ്ട്. എന്ത് കടമകൾ? സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്ന എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും സന്തോഷവും സമാധാനവുമെല്ലാം നശിപ്പിച്ചവരാണ് നിങ്ങൾ. ആ നിങ്ങളോടൊക്കെ എന്ത് കടമയാണ് എനിക്കുള്ളത്? ഒന്നുമില്ല, ഒന്നും. പിന്നെ കുറച്ചു മുമ്പ് പറഞ്ഞ നിങ്ങളുടെ ഭാര്യ പദവി, അതും എൻ്റെ ഒരു ഗതികേട് മാത്രമാണ്.
അതുകൊണ്ട് കടമയുടെ കാര്യമെന്നും എന്നോട് പറയണ്ട. എനിക്കതൊട്ട് അറിയുകയും വേണ്ട. എന്നെ സംബന്ധിച്ച് റയാൻ പോളും കുടുംബവും എൻ്റെ ശത്രുക്കളാണ്. അതിനപ്പുറം ഒരു പരിഗണനയും നിങ്ങൾക്ക് എന്നിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് ഇനി മേലിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടാനോ എന്നിൽ അവകാശം സ്ഥാപിക്കാനോ വന്നേക്കരുത്. ഓർത്തു വെച്ചോ. ഡേ കഴിപ്പ് മതിയാക്കി പ്ലേറ്റും എടുത്ത് കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയവളെ പിന്നിൽ നിന്ന് വിളിക്കുമ്പോൾ റയാന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയിരുന്നു. അവൻ വിളിച്ചതിന് മറുവിളി കേട്ടെങ്കിലും ആമി അവിടെ തന്നെ നിന്നു. ഇതുവരെ നിന്നോട് ചെയ്തു പോയതൊക്കെ തെറ്റാണെന്ന ബോധ്യമുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു ഓരോ നിമിഷവും ഞാൻ. ഇത്രയൊക്കെ എൻ്റെ മുന്നിൽ നിന്ന് നാവിട്ടടിക്കാൻ മാത്രം നിനക്ക് ധൈര്യം കിട്ടിയതും അതുകൊണ്ട് മാത്രമാ. പക്ഷേ ഇനി മതി. ഇനി മേലിൽ എൻ്റെ മുന്നിൽ നിന്ന് കുരച്ചാലുണ്ടല്ലോ ആ നാവ് ഞാൻ പിഴുതെടുക്കും. കുറച്ചു മുമ്പ് നീ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യാപദവി പോലും നിനക്ക് ഗതികേട് കൊണ്ടാണെന്ന്. അപ്പോൾ ഈ വേഷമഴിച്ചു വെക്കും വരെയെങ്കിലും ഇങ്ങനെ ചില ഗതികേടുകളും കൂടി നീ അനുഭവിച്ചേ മതിയാവൂ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവൻ പറഞ്ഞു വരുന്നത് മനസ്സിലാകാതെ ആമി ചോദിച്ചു. എനിക്ക് പല ഉദ്ദേശങ്ങളുമുണ്ട്. പക്ഷേ തൽക്കാലം ഒരു ഉദ്ദേശമേ ഉള്ളൂ. നാളെ എൻ്റെ ഒപ്പം എൻ്റെ ഭാര്യയായി നിന്നെ കളരിക്കലേക്ക് കൊണ്ടുപോകണം. നടക്കില്ല. വേണ്ട, ഞാൻ കാറിൽ കൊണ്ടുപോയിക്കോളാം. റോണയെ പെണ്ണ് കാണാൻ നാളെ ഒരു കൂട്ടർ വരുന്നുണ്ട്. അപ്പോൾ അവളുടെ ചാച്ചനായ എനിക്കവിടെ ഉണ്ടായേ പറ്റൂ. ഒപ്പം എൻ്റെ ഭാര്യയായ നീയും ഉണ്ടാകും. ഞാൻ വരില്ല ആ വീട്ടിലേക്ക്. ഞാനതിന് നിന്നോട് വരാമോ എന്ന് ചോദിച്ചതല്ല, വന്നേ പറ്റൂ എന്ന് പറഞ്ഞതാ. റയാന് വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ പറഞ്ഞു. ഇല്ല, ഇനി മരിക്കേണ്ടി വന്നാലും ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. എൻ്റെ മാനം വെച്ച് പന്താടാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല, ചേട്ടനും അനിയനും. ആത്മിക, മതി, നിർത്തിക്കോ. ഒരുപാട് തവണ നീ അത് പറഞ്ഞു. ഇനി എൻ്റെ മുന്നിൽ വെച്ച് നീ ആ വാചകം പറയരുത്. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി ഒരിക്കലും ഒന്നും ആവർത്തിക്കപ്പെടില്ല. അവൻ്റെ എന്നല്ല ഒരുത്തൻ്റെയും കണ്ണ് നിന്റെ മേൽ പതിയില്ല. അങ്ങനെ സംഭവിച്ചാൽ അന്ന് അവനെ ഞാൻ തീർത്തിരിക്കും. ഇത് നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ മിന്ന സാക്ഷിയാക്കി റയാൻ പോൾ നിനക്ക് തരുന്ന വാക്കാ. ഈ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിക്കോ നീ. അത്രമേൽ ഉറപ്പോടെ പറഞ്ഞവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആമയ്ക്ക്. എങ്കിൽ പോലും റയാന്റെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഒരിക്കൽ കൂടി ആ വീടിന്റെ പടി ചവിട്ടാൻ മാനസികമായി അവൾ പരുവപ്പെട്ടിരുന്നതുമില്ല. ആമി ബെഡ്റൂമിലേക്ക് വരും മുമ്പ് തന്നെ റയാൻ കാറും എടുത്ത് പുറത്തേക്ക് പോയിരുന്നു. എവിടേക്കാണ് അവൻ പോയതെന്നറിയാതെ ഒരു ടെൻഷൻ തോന്നിയിരുന്നുവെങ്കിലും ആ നേരത്ത് അവനെ ഫേസ് ചെയ്യണ്ടല്ലോ എന്നതവൾക്കൊരു അനുഗ്രഹമായിട്ടായിരുന്നു തോന്നിയത്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് കയറി കിടന്നു. നാളെ എങ്ങനെ അതിജീവിക്കും എന്നറിയാത്തതിൻ്റെ ടെൻഷൻ അധികമായിരുന്നത് കൊണ്ട് തന്നെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയാതെ ആമി തിരിഞ്ഞും മറിഞ്ഞും കിടന്നതേയുള്ളൂ. ആ നേരത്തായിരുന്നു തൻ്റെ അരികിൽ കിടന്ന അവളുടെ ഫോൺ റിങ് ചെയ്തത്. സേവ് ചെയ്തിട്ടില്ലാത്ത നമ്പറിൽ നിന്നുമായിരുന്നു കോളെങ്കിലും ട്രൂ കോളറിൽ പോൾ കളരിക്കൽ എന്ന പേര് കണ്ട് ആദ്യം എടുക്കണോ വേണ്ടയോ എന്നൊരു സംശയം തോന്നിയെങ്കിലും പിന്നീട് അവൾ രണ്ടും കൽപ്പിച്ചു ഫോൺ കാതോട് ചേർത്തു. മോളെ, ഡാഡിയാ. കോൾ എടുത്തതും മറുവശത്തു നിന്നും കേട്ട വാക്കുകൾ അതായിരുന്നു. അത് കേട്ടതും എന്തുകൊണ്ടോ ആമി കണ്ണുകൾ ഇറുക്കിയടച്ചു. മോളെ, കേൾക്കുന്നില്ലേ? അവളിൽ നിന്ന് മറുപടിയൊന്നും കിട്ടാത്തത് കൊണ്ട് പോൾ ചോദിച്ചു. ഉണ്ട് ഡാഡി, പറഞ്ഞോ. ആ, റയാനങ്ങ് വന്നില്ലയോ മോളെ? വന്നു. ഇവിടുത്തെ വിശേഷം അവൻ പറഞ്ഞില്ലയോ? പറഞ്ഞു. അപ്പോൾ ഡാഡി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, മോള് വരണം, എൻ്റെ മകൻ്റെ പെണ്ണായിട്ട് തന്നെ. ഇവിടെയുള്ളവരോട് പൊറുക്കാൻ മോൾക്ക് കഴിയത്തില്ലെന്ന് അറിഞ്ഞായിട്ടല്ല മോളെ, പക്ഷേ റോണയോട് മോളതൊന്നും കാണിക്കത്തില്ലെന്ന ഡാഡിയുടെ വിശ്വാസം. അത്രമേൽ വാത്സല്യവും സ്നേഹവും നിറഞ്ഞ സ്വരത്തിലുള്ള ആ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടിരിക്കെ ആമയ്ക്ക് ആ മനുഷ്യനെ നിഷേധിക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. മോളെ, ഞങ്ങൾ പ്രതീക്ഷിക്കും റയാൻ്റെ ഒപ്പം മോളെ. കൂടുതലൊന്നും ഡാഡി പറയുന്നില്ല. അവളുടെ മറുപടി കാത്തു നിൽക്കാതെ പോൾ ഫോൺ കട്ട് ചെയ്തു. ആമയാണെങ്കിൽ വല്ലാത്തൊരു ആശങ്കയിലും ധർമ്മസങ്കടത്തിലും പെട്ടുഴറി അങ്ങനെയിരുന്നു. അവൾ വരുമോ ചായ? പോൾ ഫോൺ കട്ട് ചെയ്ത് റൂബി ആകാംക്ഷയോടെ ചോദിച്ചു. അറിയില്ല കൊച്ചേ, വരുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലാതെ നിർബന്ധം പിടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക്, പോൾ അവരെ ആശ്വസിപ്പിച്ചു.